ലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആരും വയ്ക്കില്ല, അതുപോലത്തെ ഒരു പുളിശ്ശേരി മോരുകറിയാണ് വയ്ക്കണത്. കുമ്പളങ്ങ, മത്തങ്ങ, കായ 3 കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്. അതിട്ടിട്ടാണ് ഇന്ന് മോരുകറി വയ്ക്കണത്. അപ്പോൾ പോയ കാണിച്ചു തരാം. ഒരു വെറൈറ്റി മോരുകറി എന്ന് വയ്ക്കണത്. അപ്പോൾ അത് കായ, കുമ്പളങ്ങ, മത്തങ്ങ ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിട്ടിട്ട് വെച്ചിട്ട് ഇന്നൊരു മോരുകറി. അപ്പോൾ അത് കഴുകിയിട്ടു. മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടണ്ട, പാകത്തിന് ഉപ്പിട്ടു കേട്ടെ. മത്തങ്ങയും കായൊക്കെ വേകുമ്പോഴേക്കും എനിക്ക് ആവശ്യത്തിനുള്ള നാളികേരം അരയ്ക്കാം. നാളികേരം ജാറിലിട്ടു ചൂടുവെള്ളം ഒഴിക്കണം. ഫ്രിഡ്ജിലിരുന്ന് നാളികേരനെ 10 നല്ല ജീരകം ഇടണം, കുരുമുളക് ഇടണം, വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഞാൻ അരച്ചെടുക്കാം. നാളികേരം അടിച്ചത് മാറ്റി വെച്ചു. അതേ പാത്രത്തിൽ തൈര് അടിച്ചെടുക്കാം. നല്ല കട്ട തൈര്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു. എല്ലാതും വെന്തു. അതിൽ പച്ചമുളക് നേരത്തെ ഇട്ടുണ്ടായിരുന്നില്ല. പച്ചമുളക് ഇട്ടു, വേപ്പിൻ്റെ ഇല ഇട്ടു. നമുക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം. തള വരുന്നതോടുകൂടി തൈര് ഒഴിക്കുന്നു. തള വരട്ടെ. തള വന്നു. അതിലേക്ക് മോരൊഴിക്കണം. കഴുകിയിട്ട് ഒഴിക്കണം. പോരാത്ത വെള്ളം ഒഴിച്ചതാണ്. തിളക്കട്ടെ. അപ്പോൾ അത് തിളച്ചു. നമുക്ക് അപ്പുറത്ത് കടുക് പൊട്ടിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കണം. കടുക് ഇടണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളക് ഇടണം. 2 മണി ഉലുവ ഇടണം. വേപ്പിൻ്റെ ഇല ഇടണം. കളറിന് വേണ്ടി ഒരു കുരുമുളകും പൊടി ഇടണം. എനിക്ക് ഒഴിക്കും. ഇവിടെ മോരുകറി ഇവിടെ റെഡിയായി. ഇത്തിരി ചക്കക്കുരു ഉപ്പേരി വയ്ക്കാം. വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാച്ചാൽ നമുക്ക്. പാൻ വെച്ചു. എണ്ണ ഒഴിക്കണം. എണ്ണ കാഞ്ഞു. ഉള്ളി ഇടണം. മൊരിഞ്ഞു. കുത്തുമുളകും പൊടി ഇല്ല, മറ്റേ ചെറിയ മുളകും പൊടി ഉള്ളൂ. കുത്തുമുളകും പൊടി കഴിഞ്ഞിരിക്കുക. ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ള മോരുകറിയും ചക്കക്കുരു ഉപ്പേരി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് നാളെ വരാം. ബായ്.